വാട്സാപ്പിൽ നമ്മൾ എല്ലാവരും തന്നെ വോയിസ് മെസ്സേജ് അയക്കുന്നവരാണ്. എന്നാൽ ശബ്ദം മാറ്റി മറ്റൊരു ശബ്ദത്തിൽ നമുക്ക് വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് അയക്കാൻ സാധിക്കുമോ? നിലവിൽ വാട്സാപ്പിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. എന്നാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ട്രിക്കിലൂടെ നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കും. ഇതൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്ന് നോക്കാം. നമുക്ക് സാധാരണ പോലെ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ട് വോയിസ് ക്ലിപ്പാക്കിയിട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഓൺ വോയിസിൽ തന്നെ ഡയറക്റ്റ് ശബ്ദം മാറ്റിയിട്ട് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ അതും ഇതിലൂടെ സാധിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഫേസ്ബുക്കിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്ന ലിങ്ക് പല ആളുകളും പറയുന്നത് കാണുന്നില്ല എന്നാണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ പേരിൽ, അതായത് FTM ക്രിയേഷൻ്റെ ഇതേ പേരിൽ തന്നെ നമുക്ക് യൂട്യൂബ് ചാനലും ഉണ്ട്. യൂട്യൂബ് ചാനലിൽ ഡിസ്ക്രിപ്ഷനിലാണ് നമ്മൾ ലിങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ലിങ്ക് ഒരിക്കലും തന്നെ അവിടെ നിന്ന് മിസ്സാകുകയില്ല. അപ്പോൾ ആ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടു മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഇവിടെ മൈക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. മൈക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മൈക്കിൻ്റെ പെർമിഷൻ ചോദിക്കും. വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത് ഇവിടെ പറയണം. ഓക്കെ, ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഓക്കെ, ഇപ്പോൾ ആ ഒരു വോയിസ് ഇവിടെ റെക്കോർഡ് ആയിട്ടുണ്ട്. നോർമൽ വോയിസ് നമുക്കിപ്പോൾ പ്ലേ ചെയ്ത് കേൾക്കാം. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ മറ്റൊരു വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇങ്ങനെ നമ്മുടെ വോയിസ് ഇതിലൂടെ നമുക്ക് ചേഞ്ച് ചെയ്ത് കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതാ ഇവിടെ താഴെ ഒരുപാട് എഫക്റ്റുകൾ ഉണ്ട്. ഇവിടെ ചൈൽഡ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ വുമൺ ഉണ്ട്. വുമൺ ഒന്ന് നമുക്ക് കേട്ട് നോക്കാം. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? കണ്ടോ, അങ്ങനെ ഇഷ്ടം പോലെ വോയിസ് എഫക്റ്റുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വാട്സാപ്പിലേക്ക് എങ്ങനെ ഷെയർ ചെയ്യാം? ഇതാ ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഷെയറിൻ്റെ ഐക്കൺ ഉണ്ട്, അതുപോലെ തന്നെ സേവ് റെക്കോർഡിംഗ് ഉണ്ട്, എക്സ്പോർട്ട് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിതൊരു ഇമേജിൽ ആഡ് ചെയ്തിട്ട് കേൾക്കാം, അല്ലെങ്കിൽ റിംഗ് ടൂൺ, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ടൂണൊക്കെ ഇതിൽ തന്നെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വാട്സാപ്പ് തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് ഒരു സുഹൃത്തിന് ഞാനിപ്പോൾ അയച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ സുഹൃത്തിനെ തിരഞ്ഞെടുത്തു, സെൻഡ് കൊടുത്തു. ഞാൻ ഇതിനു മുമ്പ് അയച്ച വോയിസും കാണാൻ സാധിക്കും. ഓക്കെ, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? പക്ഷേ ഇതൊരു റെക്കോർഡ് ചെയ്ത വോയിസ് ക്ലിപ്പായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓൺ വോയിസിൽ എങ്ങനെ വാട്സാപ്പിൽ സെൻഡ് ചെയ്യാം? നമുക്ക് ഇതിൽ നിന്നൊക്കെ ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഇതെല്ലാം ക്ലോസ് ചെയ്ത് കൊടുക്കാം. റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാം ക്ലോസ് ചെയ്യാം. എന്നിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ, ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മിനിമൈസ് ചെയ്യുക. ഇവിടെ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് മിനിമൈസ് ചെയ്യുക. ഇനി വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മിനിമൈസ് ചെയ്യുക. ഇപ്പോൾ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ആപ്ലിക്കേഷനാണ് ഇവിടെ ഓൺ ആയിട്ടുണ്ടാകുക. അപ്പോൾ ആദ്യത്തെ ആ ഒരു റെക്കോർഡിൻ്റെ ആപ്ലിക്കേഷനിൽ 3 ഡോട്ട്സ് അല്ലെങ്കിൽ അവിടുത്തെ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്പ്ലിറ്റ് വ്യൂ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പകുതി രൂപത്തിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ വന്ന് കിടക്കുന്നതായി കാണാൻ സാധിക്കും. താഴെ നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പക്ഷേ എൻ്റെ മൊബൈലിൽ അവിടെ അത് കാണുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ അത് പകുതിയായിട്ട് നിൽക്കും. ഞാനിപ്പോൾ വാട്സാപ്പ് സെലക്ട് ചെയ്യാണ്. കണ്ടോ, വാട്സാപ്പ് പകുതി, ആ ഒരു ആപ്ലിക്കേഷൻ പകുതി. നമുക്ക് ഇഷ്ടമുള്ള വോയിസ്, നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത വോയിസ് ഇവിടെ ഉണ്ട്. എന്നിട്ട് നമ്മളൊരു സുഹൃത്തിന് ഡയറക്റ്റ് അയച്ചു കൊടുക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഒരു സുഹൃത്തിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്തിട്ട് ആ സുഹൃത്തിന് വോയിസ് അയക്കുന്ന പോലെ തന്നെ ആ മൈക്ക് നിങ്ങൾ ഓൺ ചെയ്യുന്ന ശേഷം മുകളിലുള്ള ആപ്ലിക്കേഷനിൽ ആ ഒരു വോയിസ് നിങ്ങൾ പ്ലേ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഞാനിപ്പോൾ മൈക്ക് ഓൺ ചെയ്യാണ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എന്നിട്ട് ഉടനെ സെൻഡ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ നേരത്തെ അയച്ച ക്ലിപ്പും ഇപ്പോൾ അയച്ച ക്ലിപ്പും വ്യത്യാസമുണ്ട്. നേരത്തേത് സാധാരണ സൗണ്ട് ക്ലിപ്പാണ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇപ്പോൾ നമ്മൾ കേട്ട് നോക്കിയത് ഓൺ വോയിസിൽ നമ്മൾ സെൻഡ് ചെയ്തതാണ്. ഓക്കെ, ആ ക്ലിപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഓൺ വോയിസിലും വാട്സാപ്പിൽ നമ്മുടെ വോയിസ് ചേഞ്ച് ചെയ്തുകൊണ്ട് വോയിസ് ക്ലിപ്പ് അയക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ശബ്ദം മാറ്റിയിട്ട് ഡയറക്റ്റ് വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് അയക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.